നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗംഭീരം അതേ പറയാനുള്ളൂ. FC ബാഴ്സലോണയുടെ ഈ തകർപ്പൻ വിജയത്തെക്കുറിച്ച് മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായ പ്രകടനമാണ് ഹൻസി ഫ്ലിക്കിൻ്റെ ചുണക്കുട്ടികളെ ജിദ്ദയിലെ സ്റ്റേഡിയത്തിൽ നടത്തിയിരിക്കുന്നത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ റാഫീഞ്ഞയുടെ വക മികച്ച പ്രകടനം, അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകളും അസിസ്റ്റും, റൂണി ബർദഗയുടെ വക ഇതുപോലെ അസിസ്റ്റും ഗോളുകളും, അതുപോലെ തന്നെ ലോപ്പസും ടോറസും ഒക്കെ ഗോളടിക്കുന്നു, മിന്നും പ്രകടനം നടത്തുന്നു. 5-0 വിജയമാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ FC ബാഴ്സലോണ നേടിയിരിക്കുന്നത്. ലാമിനെ യമാലിനെ ഇറക്കാതെ മുന്നേറ്റ നിരയിൽ ആദ്യ 11-ൽ ഫെറാൻ ടോറസും ലോപ്പസും റാഫീഞ്ഞയും റൂണി ബർദഗയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഇനാക്കി വില്യംസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അത്ലറ്റിക് ക്ലബ്ബ് കളിക്കാനിറങ്ങിയത്. കളിയുടെ തുടക്കം മുതൽ FC ബാഴ്സലോണയുടെ ആധിപത്യം, അത് ഗോളാക്കി മാറ്റുന്ന കാഴ്ചയും 22ാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ടോറസ് ഗോളടി തുടങ്ങി വെച്ചു. പിന്നാലെ റാഫീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ കൂടി വരുന്നു. 30 മിനിറ്റ് ആകുമ്പോഴേക്കും ബാഴ്സ കളി പിടിച്ച് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ ലീഡായിരുന്നു. എന്നാൽ 34ാമത്തെ മിനിറ്റിൽ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്ന് റൂണി ബർദഗയുടെ ഗോൾ പിറക്കുന്നു. പിന്നാലെ 38ാമത്തെ മിനിറ്റിൽ ബർദഗയുടെ അസിസ്റ്റിൽ നിന്ന് റാഫീഞ്ഞ ഗോളടിക്കുന്നു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് FC ബാഴ്സലോണ മുന്നിൽ. രണ്ടാം പകുതിയിലോ ബർദഗയുടെ അസിസ്റ്റിൽ നിന്ന് റാഫീഞ്ഞയുടെ അടുത്ത ഗോളും പിറക്കുന്നു. 52ാമത്തെ മിനിറ്റിൽ തന്നെ ബാഴ്സലോണ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ ലീഡിലേക്ക് കടന്നുപോയിരുന്നു. ഏതായാലും വാൽവർദ പറയുന്നുണ്ട്, ഞങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ അൺലക്കി ആയിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതും ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പോലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ തകർപ്പൻ വിജയത്തിന് ഒന്നും മാറ്റുകുറക്കാനില്ല. അത്രയധികം മികച്ച പ്രകടനമാണ് നടന്നത്. അതോടൊപ്പം തന്നെ സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ടുള്ള ഉനായ് സിമോൺ 5 ഗോളുകൾ വഴങ്ങിയ ഒരു മത്സരം. മറുഭാഗത്ത് ഇതുവരെ സ്പെയിനിന് വേണ്ടി കളിക്കാത്ത ജോയൻ ഗാർഷ്യ ക്ലീൻ ഷീറ്റുമായിട്ട് മടങ്ങുന്നു. ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും മാറി ചിന്തിക്കുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.